നമസ്കാരം. ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവായ എയർ ലാപ്പിഡിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിരവധി തത്വമേ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും പറയുവാനുള്ള കാരണം, ഈ സമീപ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ചില കെട്ടിടങ്ങൾ തകരുകയും ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്, തുറമുഖ നഗരങ്ങളിൽ ഉൾപ്പെടെ. അത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യകരമായ സംഭവം തൻ്റെ രാജ്യത്ത് നടന്നപ്പോൾ എയർ ലാപ്പിഡ് എന്താണ് ചെയ്തത്? എയർ ലാപ്പിഡ് നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുവാൻ നിൽക്കാതെ, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുവാൻ നിൽക്കാതെ, അദ്ദേഹം ഈ അപകടങ്ങൾ നടന്ന അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടന്ന് നാശനഷ്ടങ്ങൾ നേരിട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനൊപ്പം നിന്ന് ഇസ്രായേൽ ഇറാനെ ആദ്യം ആക്രമിക്കുവാൻ എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്ന് അസന്നിഗ്ധമായി, യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം ലോകത്തോട് വിളിച്ചു പറയും. ഇപ്പോൾ എന്തിനാണ് എയർ ലാപ്പിഡ് ഇങ്ങനെ ചെയ്തൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസ്നേഹമുള്ള പ്രതിപക്ഷ നേതാക്കൾ ലോകത്തുണ്ട് എന്ന് പ്രേക്ഷകരോടൊന്ന് സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ വിവരം ഒന്ന് പ്രേക്ഷകരോട് സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഒന്ന് വിശകലനം ചെയ്യുന്നത് നമ്മൾ. അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഒരു അന്തരംഗങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുന്നത്, കുറച്ച് കലാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എയർ ലാപ്പിഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ പോലെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തെ മാത്രമല്ല ഞാൻ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളെല്ലാമാണ്. അത് മമതാ ബാനർജി ആകട്ടെ, ഇങ്ങ് കേരളത്തിൽ ശ്രീ പിണറായി വിജയനാകട്ടെ, എന്തിന് പലപ്പോഴുമല്ല മിക്കപ്പോഴും രാജ്യത്തിനൊപ്പം രാജ്യസ്നേഹിയായി തന്നെ നിലനിൽക്കുന്ന ശശി തരൂർ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാകട്ടെ, അതും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവത്തിൽപ്പെട്ട് പലപ്പോഴും രാജ്യത്തിനെതിരെ, അതും പ്രത്യേകിച്ച് രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ രാജ്യത്തിനെതിരെ ശബ്ദിക്കുവാൻ പലരും നിർബന്ധിതരാകുന്നു. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളുടെ പ്രഭാവം കാരണം പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായി രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ നടത്തി മുന്നേറുന്നവരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആരുടെയും പ്രത്യേകിച്ച് പ്രഭാവലയത്തിൽ പെട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ഇത്തരത്തിലൊരു പ്രചാരണമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നടത്തുവാനായിട്ട്. ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ ക്രൂരമായ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം പാകിസ്ഥാന് ഭാരതം നൽകിയ കനത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയുടെ ഈ സൈനിക നടപടിയെ അത്ഭുതത്തോടും ഭയത്തോടും അല്പം ആശങ്കയോടും നോക്കിക്കാണുന്ന അവസരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ചെയ്തതെന്താണ്? ഇന്ത്യയുടെ എത്ര റാഫേൽ വിമാനങ്ങൾ വീണു, 7ഓ 5ഓ എന്നുള്ള പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് തന്നെ വേണം അതിന് പറയുവാൻ. കാരണം ഈ പ്രസ്താവനകളാണ് പാകിസ്ഥാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ വിജയമായി ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി അതിൻ്റെ ആധാരങ്ങളിലൊന്നായി, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളിലൊന്നായി, ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ള അവകാശവാദത്തിൻ്റെ തെളിവുകളിലൊന്നായി രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടിയും ISIക്ക് വേണ്ടി, അവരുടെ ചാരസംഘടനയായ ISIക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ പോരാളികൾ ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനകളാണ്. ഈ പ്രസ്താവനകളും ഉപയോഗിച്ചാണ് അവർ അത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അഴിഞ്ഞാട്ടമെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യത്തിൽ പറയുമ്പോൾ എല്ലാം പറയണമല്ല. ആ അവസരത്തിൽ പിണറായി വിജയനെ പോലുള്ളവർ യാതൊരു തരത്തിലുള്ള എതിർപ്പും ഭാരതത്തിന് നേരെയോ ഭാരതത്തിൻ്റെ ഭരണകൂടത്തിന് നേരെയോ നടത്തിയിരുന്നില്ല. പക്ഷേ മറ്റവസരങ്ങളിലെല്ലാം രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ നടത്തിയ പ്രസ്താവനകൾക്ക് ഏറ്റവും വലിയ തെളിവ്, രാജ്യത്ത് ഒരു പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഒട്ടും പിന്നോട്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാരായിരുന്നു അതിൻ്റെ മുൻപിൽ രാജ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാർ കനലൊരു തരിയായി കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കേരളത്തിൽ അവർ അവരുടേതായിട്ടുള്ള പങ്ക് ഇക്കാര്യത്തിൽ, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ കൃത്യമായി തന്നെ വഹിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു കുറവും അവർ വരുത്തിയിട്ടില്ല. ഇവിടെയാണ് എയർ ലാപ്പിഡും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും മമതാ ബാനർജിയും ഇവരെയെല്ലാം തമ്മിലൊന്ന് താരതമ്യം ചെയ്യുവാൻ നാം നിർബന്ധിതരാകുന്നത്. കാരണം ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അവനവൻ്റെ രാജ്യം, അതിരുകളില്ലാത്ത ലോകം, എല്ലാ രാജ്യവും എല്ലാ മനുഷ്യരും ഒന്നാണ്, ഇതെല്ലാം വെറും തട്ടിപ്പാണ്.
ഇത്തരത്തിലുള്ള ഒരു ആശയം ഏതെങ്കിലും ഒരു ഭ്രാന്തൻ കവിയുടെ ഭാവനകളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിരുകൾ, രാജ്യാതിർത്തികൾ എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് സമീപകാലത്തൊന്നും, ഏറ്റവും ചുരുങ്ങിയത് 1000 വർഷങ്ങളിലേക്കെങ്കിലും മാറുവാനും പോകുന്നില്ല. രാജ്യാതിർത്തികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിസ്തൃതമാവുകയോ അല്ലെങ്കിൽ ചുരുങ്ങുകയോ ചെയ്തേക്കാം, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ തന്നെ ഭൂമിയിൽ നിന്നില്ലാതായി പോയേക്കാം. ഉദാഹരണത്തിന് പാകിസ്ഥാൻ, ചിലപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം തന്നെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ കാണണമെന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ അതിർത്തികൾ, നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ, ഈ നിമിഷം നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു വസ്തുതയാണ്. അതില്ലാത്തൊരു ലോകമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഭ്രാന്തനാണ് എന്ന് തന്നെ കാണുക. അങ്ങനെ തന്നെ കാണേണ്ടി വരും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുമ്പോൾ. ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു കഥ പറയുന്ന സന്ദർഭത്തിലാണെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാം. യാഥാർത്ഥ്യബോധവുമായി, യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിർത്തികൾ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഈ അതിർത്തികൾ നിലനിൽക്കുന്ന കാലത്ത് ഈ അതിർത്തിക്കുള്ളിൽ നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ രാജ്യം, അത് വിസ്തൃതമാക്കണം, അതിൻ്റെ പരമമായ വൈഭവത്തിൽ ആ രാജ്യത്തിനെ എത്തിക്കണം തുടങ്ങിയ ചിന്തകൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ 24 മണിക്കൂറും, അതായത് ഒരു രാജ്യത്തെ പൗരൻ്റെ ഉള്ളിൽ 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു രാജ്യസ്നേഹിയും ഒരു രാജ്യഭക്തനും തമ്മിൽ, ഒരു രാഷ്ട്രഭക്തനും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജ്യസ്നേഹി എന്ന് പറയുന്നത് അവനവൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച്, ജോലി കൃത്യമായി നിർവഹിച്ച്, സ്വന്തം കാര്യം നോക്കി, സ്വന്തം രാജ്യത്തൊരു പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തിനൊപ്പം നിന്ന്, രാജ്യത്തിൻ്റെ ഭരണകൂടത്തോടൊപ്പം നിന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അവൻ്റേതായിട്ടുള്ള ചെറിയ പങ്ക് വഹിക്കുന്ന ഏതൊരുവനും രാജ്യസ്നേഹിയാണ്. ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ ഒരു കാരണവശാലും ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ മോഹങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മോഹഭംഗങ്ങൾ. ഈ മോഹഭംഗങ്ങൾ അവരെ ഒരു തരത്തിൽ രാജ്യവിരുദ്ധരായി തന്നെ പലപ്പോഴും മാറ്റാറുണ്ട്. എല്ലാ കാര്യത്തിലും, റഫേലിൻ്റെ കാര്യത്തിലായാലും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് റഫേലിൻ്റെ വ്യാജ കണക്കുകൾ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യത്തിലായാലും, ജനറൽ നരവനയുടെ പുസ്തകത്തിൻ്റെ വ്യാജ പതിപ്പുകൾ, കാലിയായിട്ടുള്ള പുസ്തകത്തിൻ്റെ പതിപ്പുകൾ എടുത്തുകൊണ്ടുവന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ മിടുക്കനാണ് എന്ന് സ്വയം പറഞ്ഞു നടന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ നാണം കെടുത്തുവാൻ ശ്രമിച്ച പ്രവൃത്തിയായാലും, ഭാരതത്തിൻ്റെ അഭിമാനമായില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ അഭിമാനമായി തന്നെ ലോകം നോക്കിക്കണ്ട AI സമ്മിറ്റിൻ്റെ വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ അയച്ച് നഗ്നതാ പ്രദർശനം നടത്തിക്കുവാനും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിരന്തരം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡുമായിട്ട് നാം ഒന്ന് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം അധപ്പതിച്ചൊരു രാഷ്ട്രീയ നിലയിലാണ് കിടക്കുന്നതെന്ന് പറയാതെ വയ്യ. ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എയർ ലാപ്പിഡിൻ്റെ കാര്യം നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. എയർ ലാപ്പിഡും രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികളെല്ലാവരും തന്നെ, ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഒരെണ്ണം പോലും ഭേദപ്പെട്ട ഒരു നിലവാരം പുലർത്തുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പലപ്പോഴും ഒന്നല്ല, 99.99% സമയത്തും കൃത്യമായ എതിർപ്പുകൾ ഞാൻ ഉയർത്തിയിട്ടുള്ള സദുദ്ദീൻ ഒവൈസി എന്ന രാഷ്ട്രീയ നേതാവ് രാജ്യം നേരിട്ട ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അത്തരത്തിലൊരു അസന്നിഗ്ധ ഘട്ടത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി രാജ്യത്തിൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റവസരങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യവിരുദ്ധമായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ എല്ലാ അവസരങ്ങളിലും അദ്ദേഹം അസഭ്യം തന്നെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിൽ ഞാൻ ഒവൈസിയോട് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ കടപ്പാടുള്ളവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒവൈസിയോട് കടപ്പാടും രാഹുൽ ഗാന്ധിയോട് സഹതാപവും തോന്നേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയതാരാണ്? ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ്. ഇതൊരു കാഴ്ചപ്പാടായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.